വലിയ ഭാഗ്യമാണ്. ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, മുസമോലാന്ന് പറഞ്ഞ് കേട്ടതാണ്. ഹദീസാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കൂട്ടുകാരനാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആള് അത് ആലിമീങ്ങളാണ്. ഞാനതെപ്പോഴും ഓർക്കാറുണ്ട്. മുസമോലാനെ പറയുന്നത് കേട്ടോ നേരിട്ട്, ഹദീസാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ വലിയ സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു കൂട്ടം ആലിമീങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ. അതോടൊപ്പം തന്നെ എനിക്ക് വലിയൊരു ചമ്മലുമുണ്ട്. കാരണം നിങ്ങളൊക്കെ ആലിമീങ്ങളാണ്. ഞാനാണെങ്കിൽ അത്ര അറിവുള്ള ഒരാളല്ല. ദുനിയാവിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറച്ചും പഠിച്ചിട്ടും അത് പഠിപ്പിച്ചിട്ടൊക്കെ പരിചയമുള്ളൂ. ബഹുമാനപ്പെട്ട മക്കളെ, അതുകൊണ്ട് എൻ്റെ അടുത്തെങ്കിലും എന്തെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കിത്താണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, അത് നിങ്ങൾ ഒരു അധ്യാപകൻ, അതും നിങ്ങൾ എന്നെ കണ്ടിട്ട് ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പഠിപ്പിച്ചിരുന്ന വിഷയം സൈക്കോളജി ആയിരുന്നു, മനഃശാസ്ത്രം. അത് MBA ക്ലാസ്സിലും അതുപോലെ BA ആർക്കിടെക്ചർ ക്ലാസ്സിലൊക്കെ സൈക്കോളജി പഠിപ്പിച്ചിരുന്നു. 33 കൊല്ലം സൈക്കോളജി അവർക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് സൈക്കോളജി അവർ പഠിക്കുന്നത്. MBA ക്ലാസ്സിലാണെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജി, മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജി. BA അല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ ക്ലാസ്സിൽ മനുഷ്യൻ്റെ ശരീരമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജി, കണ്ണ് പ്രത്യേകിച്ച്. എന്തിനാണ് അല്ലാഹു തആല നമുക്ക് 2 കണ്ണ് തന്നിരിക്കുന്നത്? അല്ലെങ്കിൽ മനുഷ്യൻ ഒരു കാര്യം എങ്ങനെയാണ് കണ്ട് മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയും. പെർസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് അല്ലാഹു തആല ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്, പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇന്ദ്രിയങ്ങൾക്കുള്ള ഫങ്ഷൻ ഞാൻ കുറച്ച് നീട്ടി അല്ലെങ്കിൽ സ്പീഡിൽ പറയുകയാണ്, കാരണം എൻ്റെ സമയം കുറേ ഉള്ളൂ. ഇപ്പോൾ തന്നെ 12 മണി ആയിട്ടുണ്ട്. 1:15 ആകുമ്പോഴേക്കും നിർത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഏകദേശം ആ സമയമാകുമ്പോഴേക്കും നമുക്ക് പിരിയണം. പെർസീവ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നാണ് അർത്ഥം. ഇപ്പോൾ 2 കണ്ണ് എന്തിനാണ് അല്ലാഹു തആല തന്നിരിക്കുന്നത്? അതിനൊരു ആവശ്യമുണ്ട്. ഒരു കണ്ണ് മതിയായിരുന്നു. ഇപ്പം അതുപോലെ 2 അവയവങ്ങളായിട്ട് ഒരുപാട് നമ്മുടെ ശരീരത്തിലുണ്ട്. കിഡ്നി 2 ടെസ്റ്റിക്കിൾസ് 2 ഒരെണ്ണം മതി യഥാർത്ഥത്തിൽ. പക്ഷെ അല്ലാഹു തആല എന്തിനാണ് കണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഡെപ്ത് പെർസെപ്ഷൻ, അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ, അതായത് ഒന്ന് ലെങ്ത്, പിന്നെ ഒന്ന് ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ നീളം, അതുപോലെ ബ്രെഡ്ത്ത്, അകലം, ഈ 2ാമത്തെ സൈഡിലുള്ള അകലം. മൂന്നാമത്തെ ഒരു പെട്ടിയാണെങ്കിൽ ഒരു ലെങ്ത്, ഒരു ബ്രെഡ്ത്ത്, പിന്നെ ഒരു ഹൈറ്റ് ഉണ്ടാവും. അതിനാണ് 3ാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ണിനകത്തുള്ള റെറ്റിനയിൽ 2 ഡയമെൻഷന് മാത്രമേ ഉള്ളൂ. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രം കാണാനുള്ള ഫെസിലിറ്റിയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആ കണ്ണുകൊണ്ട് 3ാം ഡയമെൻഷനും കൂടെ കാണുന്നുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്റ്റാൻഡിൻ്റെ 3ാമത്തെ ഡയമെൻഷൻ നിങ്ങൾ കാണുന്നുണ്ട്. ഇതിന് ഹൈറ്റ് ഉണ്ട്, ഇതിനൊരു ലെങ്ത് ഉണ്ട്, ഒരു ബ്രെഡ്ത്ത് ഉണ്ട്. അപ്പം അല്ലാഹ് എന്തിനാണ് 2 കണ്ണ് വന്നിരിക്കുന്നത്? ഈ 3ാമത്തെ ഡയമെൻഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹ് എല്ലാം അറിയുന്നവനാണ്. അവനെക്കാളും വലിയ കഴിവുള്ള ഒരു ആളില്ല. അവനാണ് എല്ലാം സൃഷ്ടിക്കുന്നവൻ. അവരെല്ലാം അറിയാം. മനുഷ്യനെ പറ്റി പഠിക്കുന്ന ഡോക്ടർമാർക്കും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർക്കും അവരും ഇന്ന് ഒരുപാട് കാര്യം അറിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അല്ലാഹ് എല്ലാം അറിയുന്നവനാണ്. എല്ലാം അറിയുന്ന അല്ലാഹ് നമുക്കെല്ലാം അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യമായിരിക്കും, പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അങ്ങനെ സഹോദരന്മാരെ, നമ്മുടെ ദീനിലില്ലാത്ത ഒരു കാര്യമില്ല. നമ്മുടെ ദീനിലില്ലാത്ത ഒരു കാര്യമില്ല. ആദരവായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ അറിയില്ലെങ്കിൽ ചോദിക്കണമെന്നുള്ളൂ. അറിയുന്ന നല്ല ആലിമീങ്ങളെടുത്ത് ചോദിച്ചാൽ പറഞ്ഞുതരും. നമുക്ക് പല കാര്യം അറിയില്ല. നമ്മളിന്ന് മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. നമ്മുടെ ദീനിൽ ഇല്ലെന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ ദീനിലെല്ലാം ഉണ്ട്. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ്, നിങ്ങൾ സൈക്കോളജിയാണല്ലോ പ്രതീക്ഷിക്കുന്നത്, ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് അത് ആദരവായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരു പറ്റം തീരെ ഒരു സംസ്കാരമില്ലാത്ത ആൾക്കാർ,
നമ്മളെപ്പോഴും വയലിലൊക്കെ കേൾക്കുന്നതാണ്. ഒരു രാജാവും ഭരിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരുന്നു അവർ. അത്രയും വലിയ ക്രൂരതകളൊക്കെ ചെയ്ത ആൾക്കാർ. സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് മണൽ കുഴിച്ചിട്ട് അതിൽ മൂടിക്കളയുമായിരുന്നു അവർ. അത്രയും വലിയ സംസ്കാരമില്ലാത്ത അല്ലെങ്കിൽ കരുണയില്ലാത്ത മനുഷ്യരായിരുന്നു അവർ. ടോട്ടൽ നെഗറ്റീവ്. പക്ഷെ അവരെന്തായിട്ട് മാറി? ആദരവായ നിബന്ധനകളുടെ കയ്യിൽ അവർ ടോട്ടൽ പോസിറ്റീവായിട്ട് മാറി. ടോട്ടൽ നെഗറ്റീവിൽ നിന്ന് ടോട്ടൽ പോസിറ്റീവ്. കാരണം ആദരവായ നിബന്ധനകൾ ക്ലാസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളുടെ ബേസിക് നേച്ചർ, ഒരാളുടെ തനിതായിട്ടുള്ള സ്വഭാവം അത് മാറ്റാൻ പറ്റൂല, മാറൂല. പറയപ്പെട്ടു, ഒരു മല വേറെ സ്ഥലത്തേക്ക് നീങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോ? പക്ഷെ ഒരാളുടെ തനിതായ സ്വഭാവം, ബേസിക് നേച്ചർ അത് മാറി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം അത് മാറൂല. പിന്നെ ഈ സഹാബാക്കൾ എങ്ങനെയാണ് മാറിയത്? അവരുടെ ബേസിക് നേച്ചർ മാറിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ദീനിന് മുന്നേ, ഇസ്ലാമിന് മുന്നേ ഭയങ്കര നെഗറ്റീവിലായിരുന്നു. ബാക്കി കഴിഞ്ഞോട്ടെ, ഉത്തരം പറഞ്ഞോണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഒരാളുടെ ടോട്ടൽ നെഗറ്റീവായിരുന്ന സഹാബാക്കൾ ടോട്ടൽ പോസിറ്റീവിലേക്ക് പോയി. പക്ഷെ അവരുടെ ബേസിക് നേച്ചർ മാറിയിട്ടില്ല. ഉമർ റളിയല്ലാഹു ടോട്ടൽ നെഗറ്റീവായിരുന്നു, ഞാൻ പറയില്ല. മഹാനായ സഹാബി, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായിരുന്നു. അതുകൊണ്ട് നെഗറ്റീവിനെ പറ്റി പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ടോട്ടൽ പോസിറ്റീവായി. നമ്മൾ തൈലിമിൻ്റെ കിതാബിൽ വായിക്കാറുണ്ട് 2 സംഭവങ്ങളും. മരുഭൂമിയിൽ കൂടെ രാത്രി പ്രജകളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ടു വൃത്യനായിട്ട്. അപ്പോൾ കാണാൻ ഒരാൾ, ഒരു പുരുഷൻ ഒരു ടെൻറ്റിൻ്റെ മുമ്പിൽ നിൽക്കണം. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒച്ച കേൾക്കണം, കരച്ചിൽ കേൾക്കണം. ആ സംഭവം അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. ഇത്രയും കരുണയുള്ള സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കിന്ന് നന്മ സമ്പാദിക്കാനുള്ള ഒരു അവസരമുണ്ട്, വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ആ സ്ത്രീ പ്രസവം എടുത്തിട്ട് വിളിച്ച് പറയാണ്, അമീറുൽ മോമിനീൻ, അങ്ങയുടെ സുഹൃത്തിന് ഒരു ആൺകുട്ടി ജനിച്ചതായിട്ട് പറയും. അപ്പോഴാണ് ആ കാട്ടറബി മനസ്സിലാക്കി. അതിനു മുമ്പ് മുർദാൻ്റെ അടുത്ത് കുറച്ച് പരുഷമായിട്ടൊക്കെ പെരുമാറിയ ആളാണ്. അയാൾ ഞെട്ടിപ്പോയി. അമീറുൽ മോമിനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2-3 കുഞ്ഞുങ്ങളായിട്ടൊരു സ്ത്രീ, അവർ വന്നിട്ട് മരുഭൂമിയിൽ ഈ വെള്ളം തിളപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ആഹാരം പാചകം ചെയ്യാണ് എന്ന് കണ്ടിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ സംഭവം ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെ ടോട്ടൽ പോസിറ്റീവായിട്ട് മാറി. അതായത് ഒരാൾക്ക് ദീൻ വന്നാൽ അയാളുടെ ബേസിക് നേച്ചർ അല്ല മാറുന്നത്, ആ ബേസിക് നേച്ചറിൻ്റെ ഡയറക്ഷൻ മാറും. ഉമർ റളിയല്ലാഹു അൻഹു ടോട്ടൽ നെഗറ്റീവായിരുന്നു, ഇപ്പോൾ ടോട്ടൽ പോസിറ്റീവായി. ഡയറക്ഷൻ മാറിയിട്ടുള്ളൂ, ബേസിക് നേച്ചർ മാറിയിട്ടില്ല. ഏതുപോലെ കഠിനമായിരുന്നു നെഗറ്റീവിൽ, അതുപോലെ കഠിനമായി പോസിറ്റീവിൽ. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ദീനിൽ എല്ലാമുണ്ട്. കല്യാണം കഴിച്ചാൽ ഉള്ള കാര്യങ്ങൾ, കല്യാണം കഴിക്കേണ്ടത് എങ്ങനെയാണ് എല്ലാം അറിയിച്ചിട്ടുണ്ട്.
ആരെയാണ് കെട്ടേണ്ടത് അറിയിച്ചിട്ടുണ്ട്. കുത്തുബ പ്രത്യേകിച്ച് ഈ നിക്കാഹിൻ്റെ കുത്തുബയിൽ എപ്പോഴും ഉസ്താദുമാർ പറയാം 4 കാര്യങ്ങൾക്ക് വേണ്ടി പെണ്ണിനെ കെട്ടാം. അവളുടെ സമ്പത്തിന് വേണ്ടിയിട്ട്, അവളുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട്, അവളുടെ കുടുംബവായ്മയ്ക്ക് വേണ്ടിയിട്ട്, അവളുടെ ദീനിന് വേണ്ടിയിട്ട് കെട്ടാം. എന്നാൽ ഈ 4ലും കൂടെ ഏറ്റവും ശ്രേഷ്ഠം അവളുടെ ദീനാണ്. അത് തന്നെയാണ് സത്യം. അപ്പോൾ തുടക്കം ഒരാൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ തീരുമാനിക്കണം, ഞാൻ എങ്ങനെയുള്ള പെണ്ണിനെ കെട്ടണം. ഞാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ് ദീനിയുള്ള ആവണം എന്നുള്ളതാണ്. എങ്കിൽ അവളെ എങ്ങനെ കണ്ടെത്താൻ പറ്റും, അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഞാനൊരു എളുപ്പവഴി പറയാം. ഇവിടെ ഒരുപാട് കല്യാണം കഴിക്കാത്ത ഉലമാക്കളുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരൻ ഉസ്താദിൻ്റെ കൂടെ വന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട് വന്നിറങ്ങി. അവിടെ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉസ്താദ് വന്നത്, ചെറുപ്പക്കാരൻ. ഞാൻ വിചാരിച്ചു കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. കണ്ടാൽ ചെറുപ്പക്കാരൻ, വളരെ ചെറിയ പ്രായം. സെയ്ഫ് അലി, നല്ല ചെറുപ്പക്കാരൻ. ഞാൻ കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഒരു കല്യാണം കഴിച്ചു, 5-6 കൊല്ലമായി എന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങളുടെ ഇടയിൽ കല്യാണം കഴിച്ചവരായിരിക്കും അധികം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കല്യാണം കഴിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു നല്ല ദീനുള്ള പെണ്ണിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നല്ല ദീനുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെ? ആ പെണ്ണിൻ്റെ ഉമ്മാനെ പറ്റി പഠിച്ചാൽ മതി. നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിൻ്റെ ഉമ്മാനെ പറ്റി പഠിച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് നല്ല ദീനുള്ള പെണ്ണിനെ കിട്ടും. കാരണം ഉമ്മാക്ക് ദീനിയായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ആ ഉമ്മാക്ക് എങ്ങനത്തെ ക്വാളിറ്റി ഉണ്ടാവോ ആ ക്വാളിറ്റി തന്നെ ആയിരിക്കും ആ മോൾക്ക് ഉണ്ടാവുക. പ്രത്യേകിച്ച് മോൾക്ക്, ആൺമക്കൾക്കും ഉണ്ടാവും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാനൊരു പ്രാവശ്യം നിസാമുദ്ദീനിലിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ഉസ്താദ്, വലിയ ആലിമാണ്, പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം പറയാണ് 2 സംഭവങ്ങൾ പറഞ്ഞു ഖുർആൻ ശരീഫിലെ 2 സംഭവങ്ങൾ. എന്നിട്ട് പിന്നെ ഞാൻ ഈ സംഭവങ്ങൾ കേട്ടിട്ട് നാട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്തുള്ള മുഴുവൻ ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കി. ഖുർആനിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ നോക്കി. ഈ സംഭവങ്ങൾ അവിടുന്ന് അവതരിപ്പിച്ച രീതിയിൽ ഞാൻ കണ്ടില്ല. അതിൽ ആദ്യത്തെ സംഭവം പറഞ്ഞത് ഖുർആൻ ആയത്തുകൾ ഓതിയിട്ട് പറയാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തം ഭാര്യയെ അതുപോലെ കൊച്ചുകുട്ടിയെ മക്കത്ത് ഉപേക്ഷിച്ചിട്ട് പോവാണ്. അങ്ങനെ പറയാൻ പാടില്ല, അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം. മക്കത്ത് ഞാൻ 1994 ഹജ്ജിന് പോയത്. അന്ന് ഞാൻ പോയപ്പം മുഴുവൻ കറുത്ത മലകളാണ്, കറുത്ത മലകൾ. ഇപ്പം പോയ മുഴുവൻ ബിൽഡിങ്ങാണ്. ആ മലകൾ കണ്ടാൽ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സ്ഥലമാണ്. ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സ്ഥലം, മരുഭൂമിയൊന്നുമല്ല, വെറും പാറ. അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയിരിക്കുന്നത്, ഒരു തുള്ളി വെള്ളമില്ലാത്ത സ്ഥലത്ത്. എന്നിട്ട് പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്നത് ഈ കുട്ടി കുറെ വലുതായ പിന്നെയാണ്. പക്ഷേ ആ കുട്ടി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ പോവാണ് മീനായിലേക്ക്, അറുക്കപ്പെടാൻ വേണ്ടി പോവാണ്. അപ്പം അഭിപ്രായം ചോദിച്ചു മോൻ്റെ. അപ്പോൾ പറയാം, അപ്പോൾ അള്ളാഹിൻ്റെ കൽപ്പന പൂർത്തിയാക്കുക വാപ്പ, പ്രേരിപ്പിക്കുകയാണ് വാപ്പാനെ വധിക്കപ്പെടാൻ വേണ്ടിയിട്ട്. വാപ്പ എന്നെ മുഖത്ത് നോക്കണ്ട, എന്നെ കമത്തി കിടത്തിക്കോ, അള്ളാഹിൻ്റെ കൽപ്പന പെട്ടെന്ന് പൂർത്തിയാക്കുക വാപ്പ എന്ന് പറഞ്ഞ് വാപ്പാനെ പ്രേരിപ്പിക്കുക അറക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ആയത്തുകൾ ഓതിയിട്ടാണ് ആ മഹാൻ അവിടെ സംസാരിച്ചത്. എന്നിട്ട് പറയാണ്, ഈ കുട്ടി വാപ്പനെ കണ്ടിട്ടില്ല, ചെറിയ പ്രായത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. പക്ഷേ ആ കുട്ടിയെയും ഈ ഭാര്യയെയും മക്കത്ത് ഇളക്കിയിട്ട് പോകുമ്പം ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ പോവുകയാണോ? അവർക്ക് ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ അത് ഒരു ആഗ്രഹം, എന്താണ് സംഭവിക്കാൻ പോണത്, അല്ലെങ്കിൽ തിരിച്ചു പോവുകയാണോ? അപ്പം വ്യക്തമായിട്ട് മറുപടിയും പറഞ്ഞില്ല. പക്ഷെ അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, അങ്ങ് ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങൾ അള്ളാഹ് നോക്കിക്കോളും. ഇത്രയും തവക്കലുള്ള സ്ത്രീയാണ്. മാത്രമല്ല ഭർത്താവ് ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന സ്ത്രീയാണ്. അതിൻ്റെ പേരിൽ ഈ മോൻ ഉപ്പാൻ്റെ അഭാവത്തിൽ, ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി ഫാദർ, ഉപ്പാൻ്റെ അഭാവത്തിൽ ഈ മോൻ്റെ അടുത്ത്, ഉപ്പായുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, ഉപ്പ ആരാണ്, ഉപ്പ എന്തു പറഞ്ഞാലും കേൾക്കണം, ഉപ്പാനെ ബഹുമാനിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. ഈ അത്രയും 3, 5, 4, 7 വയസ്സ് വരെയോ എത്ര കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇത്രയും വർഷങ്ങൾ ഈ കുട്ടിയെ തർബിയത്ത് കൊടുത്തു ഉപ്പാനെ പറ്റിയിട്ട്. ഉപ്പാനെ കാണാതെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ഉപേക്ഷിച്ച് പോകും, കുട്ടിക്ക് അറിയില്ലല്ലോ. ആ മോനാണ് പിന്നെ ഉപ്പ വന്നിട്ട് അറുക്കാൻ വേണ്ടി വന്നപ്പം
ഉപ്പാൻ്റെ അടുത്ത് പറയാണ്, ഉപ്പ എന്നെ പെട്ടെന്ന് നടത്തും. ഇത്രയും അനുസരണയുള്ള മോൻ, ഇനി ക്യാമനാൾ വരെ ഇത്ര അനുസരണയുള്ള ഒരു മോൻ ഉണ്ടാവും. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ പോലെ അനുസരണയുള്ള ഒരു മോൻ. അപ്പോൾ സഹോദരന്മാരെ, ആ കുട്ടിക്ക് ഈ ഗുണം എവിടെ നിന്ന് കിട്ടി? അത് ഉമ്മയിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെയുള്ള ഉമ്മ വളർത്തിയതിൻ്റെ പേരിലാണ് ആ കുട്ടിക്ക് ഗുണം കിട്ടിയത്. എന്നിട്ട് അതേ സദസ്സിൽ തന്നെ ഉടനെ തന്നെ ആ മഹാൻ പറയുണ്ടായി, ഇനി വേറെ കുട്ടിയെ പറ്റി പറയാം. അത് ആയത്തുകൾ ഓതിയിട്ടാണ് പറയണം. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ മകൻ കന്നാൻ, ആ മോനെ പറ്റിയാണ് പറയണം. ആ മോൻ മുങ്ങി ചത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം, കാരണം അവൻ ഈമാനില്ലാണ്ട് ചത്തുപോയി. മുങ്ങി ചത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വാപ്പ വിളിക്കുകയാണ്, മോനെ കയറി എൻ്റെ കപ്പലിൽ നീ രക്ഷപ്പെടും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹ് ഉടനെ താക്കീത് ചെയ്യുകയും ചെയ്തു, നീ കയറുമോ എൻ്റെ കപ്പലിൽ എന്ന് പറഞ്ഞപ്പം. പക്ഷെ ആ മോൻ പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറൂല, ആ മലയിൽ കയറി ഞാൻ രക്ഷപ്പെട്ടോളും എന്ന് വാപ്പാടുത്ത് പറയാം. കാരണം അദ്ദേഹം പറയാണ്, എന്താണ് ആ മോൻ അങ്ങനെ പറഞ്ഞത്? അവൻ രക്ഷപ്പെടാനല്ലേ വിളിച്ചത്. പക്ഷെ അവൻ കയറിയില്ല. എന്താ കാരണം? അവൻ്റെ ഉമ്മ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ ഈ ഭർത്താവിനെ അനുസരിക്കുന്നതോ ബഹുമാനിക്കുന്നതോ അവൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ. ഉമ്മ വാപ്പാനെ അനുസരിക്കുന്നതോ ബഹുമാനിക്കുന്നതോ കണ്ടിട്ടില്ല. അതിൻ്റെ പേരിലാണ് അവൻ വാപ്പാനെ അനുസരിക്കാതിരുന്നത്. എൻ്റെ അർത്ഥം, ഈ രണ്ട് സംഭവങ്ങളിൽ കൂടെ പറയാണ്, ഒരു മകൻ വാപ്പാനെ അനുസരിച്ചില്ലേ അവൻ രക്ഷപ്പെടില്ല. അത് എല്ലാ കാലത്തും അത് സോളിഡായിട്ടുള്ള സത്യമാണ്. വാപ്പാനെ അനുസരിക്കാത്ത മോൻ രക്ഷപ്പെടില്ല. ആ മോനെ വാപ്പാനെ അനുസരിക്കാൻ പഠിപ്പിക്കേണ്ടത് ഉമ്മയാണ്. അതെങ്ങനെയാണ്? ക്ലാസ് എടുത്തിട്ട് മോനെ വാപ്പാനെ ഇങ്ങനെ അനുസരിക്കും, ഇങ്ങനെയല്ല. ഉമ്മയുടെ കടമ നിറവേറ്റിയാൽ മതി. നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ഒരു പെണ്ണ് രക്ഷപ്പെടാൻ ആകെ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, നിസ്കരിക്കണം. അതെല്ലാ സ്ത്രീകളും നിസ്കരിക്കുന്നുണ്ട്. റമദാനിൽ നോമ്പ് പിടിക്കണം. എല്ലാ സ്ത്രീകളും നോമ്പ് പിടിക്കുന്നുണ്ട്. ചില സന്ദർഭം നമുക്കറിയാലോ, ബാക്കി പറയണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഭർത്താവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ഇത്രയും അല്ല, ഭർത്താവ് പറഞ്ഞാൽ കേൾക്കണം. ഇത്രയേ ഉള്ളൂ സ്ത്രീക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. വളരെ എളുപ്പമാണ്. അപ്പോൾ ഭർത്താവിനെ അനുസരിക്കാത്ത ഒരു ഭാര്യയും രക്ഷപ്പെടൂല, വാപ്പാനെ അനുസരിക്കാത്ത ഒരു മോനും രക്ഷപ്പെടൂല. 5 കൂട്ടം ദുആക്കളെ പറ്റി ഉലമാക്കൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. 1, വാപ്പ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ മറയില്ലാണ്ട് സ്വീകരിക്കും. ബാക്കി നിങ്ങൾക്ക് അറിയാലോ, യാത്രക്കാരൻ്റെ ദുആ, നോമ്പുകാരൻ്റെ ദുആ, ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആ, നീതിമാനായ ഭരണാധികാരിയുടെ ദുആ, ഇതെല്ലാം മറയില്ലാണ്ട് സ്വീകരിക്കപ്പെടുന്ന ദുആ. അപ്പോൾ വാപ്പ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉമ്മ ചെയ്ത ദുആ സ്വീകരിക്കും. പക്ഷെ വാപ്പയുടെ ദുആക്ക് പ്രത്യേകതയുണ്ട്. എന്താണ്? അത് മറയില്ലാണ്ട് സ്വീകരിക്കും, ഉടനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഈ വാപ്പയുടെ നല്ല ദുആ മക്കൾക്ക് കിട്ടണം. അതെങ്ങനെ കിട്ടും? അങ്ങനെയുള്ള മക്കളായി തീരണം മക്കൾ. ഈ മക്കളെ എങ്ങനെയാണ് അങ്ങനെയുള്ള മക്കളാക്കുന്നത്? അത് ഉമ്മയാണ്. അതാ പറഞ്ഞത്, കെട്ടുമ്പോൾ ദീനുള്ള പെണ്ണിനെ കെട്ടണം. ഇനി ബഹുമാനപ്പെട്ട ഉലമാക്കളെടുത്ത് ഒരു കാര്യം പറയാം. അഥവാ ദീനില്ലാത്തൊരു പെണ്ണിനെ നമ്മൾ കെട്ടിപ്പോയി എങ്കിലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഞാൻ കൊല്ലത്ത് ആദ്യമായിട്ട് വന്നത് 1981-ലാണ്. 81-ൽ ഞാൻ കൊല്ലത്ത് വരുമ്പം അവിടെ എൻ്റെ ഞാൻ കാസർഗോഡാണ്, എൻ്റെ നാട് കാസർഗോഡ് ജില്ലക്കാരനാണ്. അപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിൽ ഫുൾ പർദ്ദയാണ്. ഫുൾ പർദ്ദ എന്നാൽ നിക്കാബോടുകൂടിയ പർദ്ദ. ആ കാലത്ത് അന്ന് മലപ്പുറത്ത് പോലും പർദ്ദയില്ല. മലപ്പുറത്തില്ല, കോഴിക്കോടില്ല, കണ്ണൂരില്ല, ഒരു ജില്ലയിലും കറുത്ത പർദ്ദയില്ലാത്ത കാലഘട്ടം. ആകെ കാസർഗോഡ്, മംഗലാപുരം ഇങ്ങനെ സ്ഥലത്ത് മാത്രമേ പർദ്ദയുള്ളൂ, അല്ലെങ്കിൽ ബെഡ്കലെല്ലാം പോകണം. അപ്പം ആ കാലത്ത് എൻ്റെ ഉമ്മയും ഉപ്പയും ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു കൊല്ലത്തേക്ക്. പക്ഷെ അവർ ഉടനെ തന്നെ തിരിച്ചു പോകും. കാരണം എന്താ വെച്ചാൽ, എനിക്ക് ബുദ്ധിമാന്യമുള്ളൊരു അനിയനുണ്ട്. അവനോട് വീട്ടിലുള്ളതുകൊണ്ട് അവനെ തൽക്കാലത്തേക്ക് ചുമതലപ്പെടുത്തിയിട്ടാണ് അവർ വരുന്നത് കൊല്ലത്തേക്ക്. 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോയി കളയും. അപ്പോൾ ഉമ്മ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയാൽ എനിക്ക് ഭയങ്കര ചമ്മലാണ്. കാരണം ഞാൻ വേറെ സ്റ്റൈലാണ്. ഫുൾ ക്ലീൻ ഷേവ്, ഇൻസേർട്ട് ചെയ്ത പാൻറ്, ബെൽ ബോട്ടം പാൻറ്റെല്ലാം ഇട്ടിട്ട് മോഡേൺ സ്റ്റൈലാണ് ആ ഉമ്മയുടെ കൂടെ നടക്കാൻ. കാരണം എന്താ ചമ്മലിന് കാരണം എന്താണ്? എല്ലാവരും, മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആണും പെണ്ണും എല്ലാം എൻ്റെ ഉമ്മേനെ നോക്കുക. കാരണം അവർ പർദ്ദ കണ്ടിട്ടില്ല. കൊല്ലത്തുകാർ പർദ്ദ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 1981-ലാണ് കൊല്ലത്ത് ടെലിവിഷൻ വരുന്നത്. 1985-ലാണ്. അപ്പം അവർ പർദ്ദ കണ്ടിട്ടില്ലായിരുന്നു. ആ കൊല്ലത്ത് ഞാൻ ഏതാനും വർഷം, ഒരു 1994 ആയപ്പം
കാരണം എൻ്റെ ഭാര്യ ആദ്യമായിട്ട് പറഞ്ഞിടുന്നത് 94. കാരണം ഞാൻ ആ വർഷം ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിന് മുന്നേ ഈ ആചാരത്തിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ഭാര്യ അടുത്ത് പറഞ്ഞിടാൻ പറഞ്ഞേക്കല്ലേ. കാരണം ഞാൻ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടിൽ. ആദ്യം ജമാഅത്ത് പോയി തിരിച്ചു വന്നിട്ട് ടെലിവിഷൻ എടുത്ത് മാറ്റിയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടിട്ട് ഞാനപ്പോൾ ഒരു സ്കൂട്ടറുണ്ട്, സ്കൂട്ടറിലൊരു ചിന്നക്കടയിൽ നിന്ന് വീട്ടിലോട്ട് കൊല്ലത്ത് കരിക്കോട് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അന്ന് അംബാസഡർ കാറുകളാണ്, മറ്റേ കാറൊന്നും ഇറങ്ങിയിട്ടില്ല. അംബാസഡറും ഫിയറ്റും കാർ, ഒരു അംബാസഡർ കാർ പോയി പെട്ടെന്ന് പാസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് ഒരു ഉസ്താദ്, എനിക്ക് നല്ല ക്ലോസ് ഫ്രണ്ടായിട്ടുള്ളൊരു ഉസ്താദ്, തലയെല്ലാം പുറത്തിട്ടിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പോയി. കാറൊന്ന് പാസ് ചെയ്ത് പോയി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ കണ്ടു ഒരു കല്യാണത്തിൽ വെച്ച്. അദ്ദേഹം ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ ഇവിടെയും മുഖത്തും എല്ലാം ഉമ്മ വെച്ചു. ആ മഹാൻ മരിച്ചുപോയി, നല്ലൊരു മനുഷ്യനായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. നല്ലൊരു ഉസ്താദായിരുന്നു. ഞങ്ങളെ കോളേജ് പള്ളിയിൽ ഖത്തീബായിരുന്നു. ആഴ്ചയിൽ പുള്ളിക്ക് ബിസിനസ് കച്ചവടമായിരുന്നു. അണ്ടി ആഫ്രിക്കയിൽ നിന്ന് മറ്റെല്ലാം എടുത്തിട്ട് അണ്ടി കച്ചവടക്കാർക്ക് കൊടുക്കലായിരുന്നു. പക്ഷേ കോളേജ് പള്ളിയിലത്തെ ഖത്തീബായിരുന്നു, വലിയ ആലിമായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് വന്നത് അദ്ദേഹം കിട്ടി എന്നെ പിടിച്ച് ഉമ്മ എന്നിട്ട് പറയാണ്, എനിക്ക് അഭിമാനമുണ്ട്. കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാം. എന്തൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. പറയാം, ഞാനൊരു ഉസ്താദാണ്, ഒരു ആലിമാണ്, ഖത്തീബാണ്. എൻ്റെ ഇക്ക ഇന്ന പള്ളിയിലത്തെ ഖത്തീബാണ്, എൻ്റെ ഉപ്പ ഖത്തീബായിരുന്നു. പക്ഷെ ഞങ്ങളെ കുടുംബത്തിൽ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അത് സാധിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് വീണ്ടും ഒരു മാസം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന സാധനന്മാരെ, ആ കൊല്ലത്ത്, ആ 81-ലുണ്ടായിരുന്ന കൊല്ലത്ത് ദീൻ്റെ പരിശ്രമം നടന്നപ്പം മാറ്റങ്ങൾ വന്നു, വലിയ മാറ്റങ്ങൾ വന്നു. കോളേജുകളിൽ നിക്കാവിട്ട് നടക്കുന്ന പെൺകുട്ടികളായി അങ്ങനെ പരിശ്രമം നടന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ദീൻ്റെ പരിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ നിർത്തിയത്, അഥവാ ഒരു ദീനില്ലാത്ത പെണ്ണിനെ കെട്ടിപ്പോയാൽ അതിന് വഴിയുണ്ട്. കൊല്ലത്ത് ആദ്യമായിട്ട് മസ്തുറാത്ത് ജമാഅത്ത് തുടങ്ങിയത് 2001-ലാണ്. 3 ദിവസം ജമാഅത്ത് പോകാൻ വേണ്ടി 2001-ൽ. കാരണം നമ്മൾ ആദ്യമായിട്ട് പോയ ഓർമ്മയുണ്ട്. 2001 മാർച്ചിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് പത്തനംതിട്ടയ്ക്ക് ഒരു ജമാഅത്ത്. അത് 7-8 പേരുണ്ടായിരുന്നു. അന്ന് ഒന്നും നോക്കാറില്ല. ആ ജമാഅത്തിൽ ഇഹിയാജിയാരുണ്ടായിരുന്നു, സേഡ് സാഹിബിൻ്റെ മൂത്ത മകൻ ഉണ്ടായിരുന്നു, ഉസ്താദ്. അദ്ദേഹത്തിന് ഉമ്മ ഉണ്ടായിരുന്നു, സേഡ് സാഹിബിൻ്റെ വൈഫ്. അവരായിരുന്നു പഴയ ആൾക്കാരായിട്ട് വന്ന ആ ജമാഅത്ത്. അന്ന് ആദ്യത്തെ ആ ജമാഅത്ത് പുറപ്പെട്ടപ്പം സാറ് പറയാം, എൻ്റെ ഭാര്യ, ഞാൻ 78-ലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിയും. എൻ്റെ ഭാര്യയും പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, അവൾ കെമിസ്ട്രി ആയിരുന്നു, ഞാൻ സൈക്കോളജി. അപ്പം ഞങ്ങൾ രണ്ടുപേരും മോഡേൺ സ്റ്റൈലിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് മസ്തുറാത്ത് പോയി. ആ ഒരു 3 ദിവസം കൊണ്ട് അവൾക്ക് വന്ന മാറ്റം ഒരു പുരുഷൻ 4 മാസം പോയാൽ വരുന്ന മാറ്റമായിരുന്നു വന്നത്. അതോ ഞാൻ പറഞ്ഞ, ഒരു ദീനില്ലാത്ത പെണ്ണിനെ കെട്ടിപ്പോയാൽ ഈ കാലത്ത് വഴിയുണ്ട്, ഒരു മസ്തുറാ ജമാഅത്ത് കൊണ്ടാണ്. കാരണം അവർ പെട്ടെന്ന് മനസ്സിലാക്കും കാര്യം. മൂസമൗലാന പറഞ്ഞ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ. മൂസമൗലാന ഒരു കാര്യം പറഞ്ഞു സ്റ്റേജിൽ ഇരുന്നിട്ടും. കാരണം അന്നത്തെ സമ്മേളനങ്ങൾക്ക് ഞങ്ങളെല്ലാം ഓടും മുമ്പിൽ. അത് നേരത്തെ ഒന്നും പറയില്ല, ഇന്നാളാണ് പ്രസംഗിക്കാൻ പോണത്, അടുത്ത പ്രസംഗം ഇന്നാളാണെന്ന് നമ്മൾ പറയില്ലല്ലോ. സമ്മേളനം എല്ലാവരും സഹോദരന്മാരെ എല്ലാവരും അടുത്ത് വരി, നിസ്കാരം കഴിഞ്ഞ ഉടനെ നീണ്ട പ്രധാനപ്പെട്ട സംസാരം ഉണ്ടാവുന്നേ പറയുള്ളൂ. പക്ഷേ സ്റ്റേജിലേക്ക് കയറി പോകുന്ന ഒരാളല്ലേ കയറുള്ളൂ. ആരാ കയറി പോകുന്നത് ബാക്കിൽ നിന്ന് നോക്കും. മൂസ മൗലാനാണ് കയറുന്നതാണെങ്കിൽ നമ്മളെല്ലാം ഓടും മുമ്പിലേക്ക് നിർത്തി, മുമ്പിൽ പോയിരിക്കാൻ വേണ്ടി. മൗലാനയുടെ പ്രസംഗം ഇട്ട് കോരിത്തരിക്കുന്നവൾ. കാരണം അത്രയ്ക്ക് ഈമാനുള്ള കാര്യങ്ങളാണ് മൗലാന പറയാം. എന്നിട്ട് സാറ് പറഞ്ഞ മൗലാന ഒരു കാര്യം പറഞ്ഞു, അന്ന് പെണ്ണുങ്ങളുടെ ഹൃദയത്തെ പറ്റി നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ചു. പെണ്ണുങ്ങളുടെ ഹൃദയം മെഴുകിനെ പോലെയാണ്. മെഴുകിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെഴുകിൻ്റെ ഗുണം എന്താണ്? മെഴുകിന് ചെറിയ ചൂട് കട്ടിയാൽ മതി, അത് ഉരുകും. നമ്മൾ മെഴുകുതിരി കാണല്ലേ, അത് ലൈറ്റ് ചെയ്താൽ മതി, ഉടനെ ഉരുകും. അത് ആ ചൂട് പിൻവലിച്ചാലോ ഉടനെ കട്ടിയാവും ചെയ്യും. ഇതുപോലാണ് പെണ്ണുങ്ങൾ. അവർക്ക് ഏതൊരു സാഹചര്യമാണോ നമ്മൾ കൊടുക്കുന്നത് അതിൽ കയറി ഉടനെ പിടിക്കും. ഇപ്പം സഹോദരന്മാരെ, നമ്മളെല്ലാം പെണ്ണുങ്ങളുടെ കയ്യിൽ നമ്മളെക്കാളും വലിയ മൊബൈൽ ഫോണാണ്.
കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യം അതാണ്. അതിൽ നിന്ന് അവർ പിന്തിരിപ്പിക്കാൻ ഒരു സാഹചര്യമില്ല ഇന്നത്തെ കാലത്ത്. കാരണം അവരതിൻ്റെ അഡിക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ അതിനേക്കാളും വലിയ വിപത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുക, നമ്മളെ കുട്ടികൾ മയക്കുമരുന്നിലേക്ക്. ഇതിനെല്ലാം ഉള്ള പരിഹാരം വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇംഗ്ലീഷിൽ പറയും ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഒരു നല്ല കാര്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. വീട്ടിൽ നിന്നാണ് ഒരു നല്ല കാര്യം തുടങ്ങേണ്ടത്. നമ്മളെ വലിയ ഉത്തരവാദിത്തമാണ്. അത് അല്ലാഹു ഖുർആൻ ശരീരത്തിൽ പറയുന്നുണ്ട്. നീ നിന്റെ ശരീരത്തെയും നിന്റെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നരകത്തിൻ്റെ തീയെ തൊട്ട് കാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആദ്യം നോക്കേണ്ടത് ദീനുള്ള പെണ്ണിനെ കെട്ടുക. സമ്പത്ത് മറ്റു കാര്യങ്ങളൊന്നും നോക്കരുത്, അതിനൊരു പരിഗണനയും കൊടുക്കരുത്. നേരത്തെ ഞാൻ കേട്ടു, ഞാൻ ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് പിന്നെ ഉസ്താദിനത്ത് ഞാൻ പറയണ്ടായി, ഇതുപോലത്തെ സംസാരമാണ് നമ്മൾ വേണ്ടത്. അതിൽ സാമ്പത്തിക അച്ചടക്കത്തെ പറ്റിയാണ് പറഞ്ഞത്. അതിന് മുമ്പുള്ള പ്രസംഗവും ഞാൻ കേട്ടു കുറച്ചെല്ലാം. ഞാൻ കുറച്ച് നേരത്തെ വന്നിരുന്നു, അപ്പോൾ പുറത്തുനിന്ന് കേട്ടു, അവിടുത്തെ ഹാളിൽ നിന്ന്. എല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ഇത് നമ്മൾ ധരിക്കേണ്ട ഈ മോഡേൺ സയൻസും ടെക്നോളജിയും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ശരിയെന്ന് തെറ്റിദ്ധരിക്കേണ്ടത്. നമ്മൾ ഇതിലൊന്നും ഇല്ലാത്ത ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എന്നിട്ട് മുഴുവൻ ട്രാൻസ്ലേഷൻ നോക്കി ഈ സംഭവങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ, കുട്ടികൾ വളർത്തുന്ന കാര്യത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. അത് രണ്ടും ഇൽഹാം കിട്ടുന്ന ഉലമാക്കൾ ഇത് രണ്ടും എടുത്തിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കുട്ടികൾ ഉപ്പാൻ അനുസരിക്കുന്ന മക്കളാവണമെങ്കിൽ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ഭാര്യ ഹാജിറ ബീബി റളിയല്ലാഹു അൻഹ കുട്ടികളെ വളർത്തിയ പോലെ വളർത്തണം. ഉപ്പ ഇല്ലാത്ത സമയത്ത് ഇന്നിപ്പോൾ നമ്മൾ പല നാട്ടിലെ പല ചെറുപ്പക്കാരും, ഞാൻ കുറച്ചു കാലം മുന്നേ സുഹൈൽ ഉസ്താദ് പറഞ്ഞിട്ട് ഓച്ചിറയിൽ മദ്രസയിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു, കൗൺസിലിങ്ങിനെ പറ്റിയിട്ട്. ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറയാം. സൈക്കോളജിയാണ് എൻ്റെ സബ്ജക്റ്റ്, കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഒത്തിരി ഉസ്താദന്മാരുടെ മുമ്പിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാൻ നിങ്ങൾ അതേ കാര്യം പറയുകയാണ്, നിങ്ങളെല്ലാം കൗൺസിലിംഗ് ഏറ്റെടുക്കണം. കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്. ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ എവിടെ മഹലിലാവട്ടെ മദ്രസയിലാവട്ടെ എവിടെയാണെങ്കിലും ശരി, ചെറുപ്പക്കാരെ കിട്ടിയാൽ അവരെ കൗൺസിൽ ചെയ്യണം. നമ്മൾ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ അവർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അറിയങ്ങളെ മനസ്സിലാക്കിയിട്ട് ചെയ്യണത് വളരെ എളുപ്പമാണ്. കാരണം അത്രക്കധികം കൗൺസിലിംഗ് ആവശ്യമുള്ള ഒരു കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കൗൺസിലിംഗ് എന്താണെന്ന് പഠിക്കണം. നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ദീൻ പഠിച്ച നിങ്ങൾക്ക്, ഖുർആൻ പഠിച്ച നിങ്ങൾക്ക് ഈ ദുനിയാവിൻ്റെ ഏത് സബ്ജക്റ്റ് എടുത്താലും വളരെ എളുപ്പമായിരിക്കും. അത് ഞാൻ അനുഭവിച്ച എൻ്റെ മോൻ ഹാഫിളാണ്. അവന് ഹാഫിളാകുന്നതിന് മുന്നേ അവന് 6ാം ക്ലാസ്സിൽ തുടങ്ങിയിട്ട് 1.5 വർഷം കൊണ്ട് ഹിഫ്ള് ചെയ്തു. അത് കഴിഞ്ഞ് അവന് വീണ്ടും പഠിക്കണം എന്ന് ആഗ്രഹിച്ച് അവൻ സ്കൂളിൽ വീണ്ടും ചേർന്നു 8ാം ക്ലാസ്സിൽ. പക്ഷേ അവന് മെഡിസിന് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അവനെ ആലിമാക്കാൻ വേണ്ടി ഞാൻ ഹിയാജാറൊക്കെ ആയിട്ട് മഷൂർ ചെയ്തു. അവന് സൗത്ത് ആഫ്രിക്കയിൽ അയക്കാമെന്ന് പറഞ്ഞു. അവന് സമ്മതിച്ചു. പക്ഷേ അവൻ എൻ്റെ കുടുംബത്തിൽ നിന്ന്, കാരണം നമ്മുടെ കുടുംബത്തിൽ ഇതൊന്നും ഇല്ലല്ലോ, കുടുംബത്തിൽ നിന്ന് 2 ആൾ പിന്തിരിപ്പിച്ചത്. ഒന്നെൻ്റെ പെങ്ങള്, എൻ്റെ ഒരു അനിയൻ. നീ പിന്നെ എപ്പോഴാണ് പഠിക്കുന്നത്, ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മെഡിസിൻ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഞാൻ മെഡിസിന് പോയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ അവനെ നിർബന്ധിച്ച് ശരിയാവില്ല. ഞാൻ പറഞ്ഞു, നീ മെഡിസിൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആലും പോയിക്കോളി, അത് ഞാൻ ചെയ്തോളപ്പാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ മെഡിസിൻ, പക്ഷെ അവൻ മെഡിക്കൽ കോളേജ് അപ്ലൈ ചെയ്തതോ അവൻ ടെസ്റ്റ് എഴുതിയതോ ഒന്നും ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ല. അപ്പോൾ സ്വന്തം കഴിവുകൊണ്ട് ചെയ്താൽ അവന് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി. ടെസ്റ്റ് എഴുതിയിട്ട് കസ്തൂർബ മെഡിക്കൽ കോളേജ് KMC എന്ന് പറയും, മംഗലാപുരത്ത്. അത് ഇന്ത്യയിലത്തെ ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ 10ാമത്തെ സ്ഥാനമുള്ളതാണ്. അവിടെ തന്നെ കിട്ടി. അത് അവൻ്റെ സ്വന്തം കഴിവുണ്ട്. ഞാൻ അതിൽ ഇടപെട്ടിട്ടേ ഇല്ല. ആ ഡോക്ടറാവുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, മോനെ നീ ഡോക്ടറായാൽ ജനങ്ങൾക്ക് നല്ലതാണ്, പക്ഷെ നിനക്ക് ബുദ്ധിമുട്ടാണ്. നിൻ്റെ സ്വന്തം ഫാമിലി ലൈഫ്, നിൻ്റെ ലൈഫിന് അതൊരു തടസ്സമാവും. എൻജിനീയർ മറ്റായിക്കഴിഞ്ഞാൽ നിനക്ക് എളുപ്പമാണ്, നിൻ്റെ ഹിഫ്ള് നിലനിർത്താനും എല്ലാം എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഡോക്ടറാവണം. അങ്ങനെയാണ് അവൻ ഡോക്ടറായത്. പക്ഷെ ഞാൻ അവൻ്റെ പഠിത്തത്തിലൊരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഹിഫ്ള് ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ അവന് അല്ലാഹു തആല പ്രത്യേകമായിട്ടുള്ള കഴിവ് കൊടുക്കും. ഏത് കാര്യം ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റും. അതുപോലെ നിങ്ങൾ ആലിമീങ്ങളാണ്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കൗൺസിലിംഗ് പഠിക്കണം. കാരണം ഈ 3/4 മണിക്കൂർ കൊണ്ട് കൗൺസിലിംഗ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ പറയേണ്ട സബ്ജക്റ്റിൻ്റെ പകുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ഉസ്താദുമാരെ, ഞാൻ സബ്ജക്റ്റിലേക്ക് വീണ്ടും വരികയാണ്. അപ്പം ഉമ്മമാരെയാണ് നമ്മൾ ശരിയാക്കേണ്ടത്. അത് ദീനില്ലാത്തൊരു ഉമ്മ ആയിപ്പോയെങ്കിൽ ഈ കാലത്ത് പരിഹാരമുണ്ട്. കാരണം ഞാനത് അനുഭവിച്ചതാണ്. എൻ്റെ മോൻ ആദ്യത്തെ മോൻ ജനിച്ചത് 1980-ലാണ്.
രണ്ടാമത്തെ മോൻ ജനിച്ചത് 87-ലാണ്. മൂന്നാമത് മോള് ജനിച്ചത് 90-ലാണ്, 1990. ആ മോള് ജനിച്ചപ്പോൾ തൊട്ട് മുന്നേ 1989-ലാണ് ഞാൻ ആദ്യമായിട്ട് ചില്ലാ ജമാഅത്ത് വന്നത്. ആ മോള് ജനിക്കുന്നതിന് തൊട്ട് മുന്നേ. എൻ്റെ മക്കളുടെ പേര് കേട്ടാൽ അറിയാൻ പറ്റും. മൂത്ത മോൻ്റെ പേര് ആസിഫ് എന്നാണ്. അവന് പേരിടാൻ കാരണം, അന്നത്തെ കാലത്ത് ഞാൻ വലിയ ക്രിക്കറ്റ് കളിക്കാരനാണ്, ഞാൻ യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് പ്ലെയറാണ്. അപ്പം അന്ന് ആസിഫ് ഇക്ബാൽ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ടീമിൽ. ആ പേര് കണ്ടിട്ടാണ് അവൻ ആസിഫ് എന്ന് പേരിട്ടത്. രണ്ടാമത്തെ മോൻ ജനിച്ചപ്പം ഞാൻ അല്പം സ്വല്പം നിസ്കാരമൊക്കെ തുടങ്ങി. അള്ളാഹു താല എനിക്ക് പുറത്തേരുമാറാകട്ടെ. ഒരുപാട് നിസ്കാരം കലായിപ്പോയി, ഞാൻ വീട്ടിയിട്ടുണ്ട്, അതൊന്നുമില്ല. അപ്പം രണ്ടാമത്തെ ജനിച്ചപ്പോൾ ഞാൻ ഇബാദത്തൊക്കെ തുടങ്ങി, അമലുമായിട്ട് ബന്ധപ്പെട്ടു. 1983 84 ഞാനായിട്ട് ആദ്യമായിട്ട് 3 ദിവസം ജമാഅത്ത് പോകണം. അപ്പം ഞാൻ മോനെ ആബിദ് എന്ന് പേരിട്ടു. മോള് ജനിച്ചത് ദിവസം ഒരു വെള്ളിയാഴ്ചയാണ്. അന്ന് കടപ്പാക്കട പള്ളി, അവൻ നായസ് ഹോസ്പിറ്റൽ കടപ്പാക്കടയാണ് അവൻ ജനിച്ചത്. അന്ന് ജുമാക്ക് ഞാൻ കടപ്പാക്കട പള്ളി പോയി. അപ്പോൾ അവിടെ ഒരു ഉസ്താദ് അന്ന് ഫാത്തിമ റളിയല്ലാഹുവിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പേര് തീരുമാനിച്ചു, ഫാത്തിമ. അപ്പം മക്കളെ പേര് എൻ്റെ ദീനിയായിട്ടുള്ള ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഗ്രേഡാണ്. എന്നാലൊരു ഉപ്പാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ 3 ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന്, നല്ല പേരിടുക, അവർക്ക് ദീനിയായിട്ടുള്ള അറിവ് കൊടുക്കുക, പിന്നെ അവർക്ക് പ്രായമാകുമ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ ദീനിയായിട്ട് വളർത്താൻ പറ്റിയിട്ടില്ല ശരിയായ രൂപത്തിൽ. മൂത്ത മോനെ നല്ലോണം അടിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ സബ്ജക്റ്റിലേക്ക് വരാം. മക്കളെ ഒരിക്കലും അടിക്കരുത്, അതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ സൈക്കോളജി പ്രതീക്ഷിച്ചിരിക്കണ്ട, കാരണം നമ്മളെ ദീനിൽ എല്ലാ സൈക്കോളജിയും ഉണ്ട്. നമ്മൾ സൈക്കോളജി പഠിച്ചിട്ട് ഇനി ദീനിലേക്ക് അത് കയറ്റേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ആ ദീനിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതിലെല്ലാ സൈക്കോളജിയും, ഞാൻ നേരത്തെ പറഞ്ഞു, ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് അത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ കുട്ടി ജനിച്ചാൽ എന്താ ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുട്ടി ജനിച്ചാൽ ആദ്യം വലതേ കാലിൽ ബാങ്ക് കൊടുക്കുക, ഇടതേ കാലിൽ ഇക്കാമത്ത് കൊടുക്കുക, മധുരം തൊട്ട് കൊടുക്കുക, എന്നിട്ട് 7 ദിവസമാകുമ്പം അക്കീക്ക കൊടുക്കുക, പേരിടുക. നല്ല ഒന്നാമത്തത് ഒരുപാട് ആ സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ട്, പേരിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയാൽ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവൻ 7 വയസ്സായാലും നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. വീട്ടിൽ വടി തൂക്കിയിടാനാണ് പറഞ്ഞിരിക്കുക, കുട്ടീനെ അടിക്കാൻ പറഞ്ഞിട്ടില്ല. അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കുട്ടീനെ ഒരിക്കലും അടിക്കാൻ പാടില്ല എന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മക്കളെ നല്ലോണം അടിച്ചു, മൂത്ത മോനെ പ്രത്യേകിച്ച്. രണ്ടാമത്തെ മോനെ വലിയ അടിയൊന്നും കൊണ്ടിട്ടില്ല, മോക്കൊട്ടും അടി കൊണ്ടിട്ടില്ല. കാരണം എൻ്റെ ദീനിയായിട്ടുള്ള ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാപ്പാക്കണം, ഞാൻ അങ്ങനെ നിങ്ങളെപ്പോലെ ആലിമാവാനോ ആഫിദാവാനോ എന്നുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറയണ്ടായി, എന്നെ കൂടെ എൻ്റെ ഒന്ന് ആലിമിൻ്റെ അടുത്ത് ഞാൻ 2ാമത് ഓതിയതാണ്. ഞാൻ 8ാമത്തെ വയസ്സിൽ സൂറത്ത് യാസീൻ കാണാപ്പാടുള്ള ആളാണ്. അങ്ങനെ എൻ്റെ പെങ്ങൾ പറഞ്ഞത് നിനക്ക് നമ്മൾ ഉപ്പ ഒരു ഒരു കോയിൻസിൻ്റെ ഒരു പൊതി എടുത്തിട്ട് പറ്റിയ അലമാല വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം യാസീൻ കാണാൻ പാടാക്കുന്ന ആൾ എടുത്തോളാം. എൻ്റെ പെങ്ങൾ പറഞ്ഞു, നീ അത് എടുത്തു എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് 8 വയസ്സായി. ഞാൻ 10 കൊല്ലം ഹോസ്റ്റലിൽ താമസിച്ചു, കോളേജ് പഠിക്കാൻ വേണ്ടി. പ്രീ ഡിഗ്രി PG PhD എന്നൊക്കെ പറഞ്ഞിട്ട് 10 കൊല്ലം ഹോസ്റ്റലിൽ പഠിച്ചു. ആ 10 കൊല്ലം കൊണ്ട് എല്ലാം ഇല്ലാണ്ടായി. ഖുർആൻ നോക്കി ഓതാൻ പോലും പറ്റാണ്ടായി. ആദ്യത്തെ ജമാഅത്തിൽ എനിക്ക് ഏറ്റവും അധികം ഇമ്പ്രസ്ഡ് ആയത് ഹൽക്കാ താലീമാണ്. ഹൽക്കാ താലീമിൽ ഇരുന്നിട്ട് അനന്തരം കഴിപ്പോൾ ആദ്യത്തെ ആൾ ഓതുന്നു, 2ാമത്തെ ആൾ ഓതുന്നു. ഞാൻ എൻ്റെ അടുത്തെത്തിയപ്പം എനിക്ക് തപ്പി തടയുന്നു, ഓതുന്നത് ശരിയാവുന്നില്ല. അപ്പം എൻ്റെ അമീർ നല്ല ഹിക്മത്തുള്ള ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സാറിന് ഏത് സൂറത്ത് അറിയാം? ഞാൻ പറഞ്ഞു, കുൽവല്ല അറിയാം. സാറ് കുൽവല്ല ഓതുന്നു. അപ്പോൾ അവരടുത്ത ലീലാബി ഖുറൈശിന് ഓതും, ഞാൻ കുൽവല്ല. എനിക്കൊരു ചമ്മൽ. സാറിന് കുൽവല്ല വന്നപ്പോഴാണ് ഞാനൊന്ന് ശരിയായത്. അന്ന് തീരുമാനിച്ചു ഞാൻ 2ാമത് ഓതും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാനൊരു സ്ഥാനം കണ്ടുപിടിച്ചു. എനിക്ക് 27 വയസ്സ്. അങ്ങനെ അദ്ദേഹം വൈകുന്നേരം ഡെയിലി അരമണിക്കൂർ വന്നിട്ട് ഞാൻ ഓതിപ്പിച്ചു, 30 ജ്യൂസ് ഓതിപ്പിച്ചു. അങ്ങനെ 2ാമത് ഓതിയതാണ്. അവർ പറയാം, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് നിങ്ങൾക്കൊരു പാഠമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ട് എൻ്റെ ഒരു മഹിമ പറയാൻ വേണ്ടിയിട്ടല്ല. ഇത് മഹിമ അല്ലല്ലോ ഞാൻ പറയണം, എൻ്റെ കുറവാണ് ഞാൻ പറയണം. അവർ പറയാം, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കുട്ടി 7ാമത്തെ വയസ്സിൽ അവന് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10ാമത്തെ വയസ്സിൽ നിസ്കരിച്ചില്ലെങ്കിൽ ചെറിയ ശിക്ഷകളൊക്കെ കൊടുത്ത് നിസ്കരിപ്പിക്കണം. എന്തിനാ? കാരണം 10ാമത്തെ വയസ്സിലും അവന് നിർബന്ധമായിട്ടുള്ള നിസ്കാരം. പക്ഷേ അവൻ പ്രായപൂർത്തിയാവുമ്പം അവൻ നിസ്കാരക്കാരനായിരിക്കണം. പ്രായപൂർത്തി എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല. ആൺകുട്ടീനെ പറ്റി പറയാൻ പറ്റില്ല, പെൺകുട്ടീനെ പറ്റി പറയാൻ പറ്റില്ല. ചിലപ്പം ആൺകുട്ടി 12 വയസ്സിൽ പ്രായപൂർത്തിയായെന്നിരിക്കും, 13-ലോ 14-ലോ ആയെന്നിരിക്കും. പക്ഷെ അതിന് മുന്നേ അവൻ നിസ്കാരക്കാരനായിരിക്കണം. എന്നിട്ട് അവൻ പ്രായപൂർത്തിയായി കല്യാണം കഴിച്ചു കൊടുക്കും. ഇതാണ് ഇപ്പോൾ അവിടെ കടവാളപ്പരക്കണം. അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ല ദീനിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാം. അതും ദീനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ആലിമ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ഹദീസിൻ്റെ ബേസിൽ മഹാന്മാരായിട്ടുള്ള താബീങ്ങൾ പലതും പറഞ്ഞിട്ട് നിങ്ങളിന്ന് നെറ്റിൽ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നെറ്റിൽ നോക്കി. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയെ എടുത്ത് നോക്കി. അദ്ദേഹം അതുപോലെ താബീങ്ങളിൽപ്പെട്ട ഒരുപാട് മഹാന്മാർ പറഞ്ഞതായിട്ട് പറഞ്ഞു കുട്ടികളെ വളർത്തുന്നതിനെ പറ്റിയിട്ട്. 3 സ്റ്റേജിലാണ് കുട്ടികളെ വളർത്തേണ്ടത്. 3 സ്റ്റേജിലാണ്. ഒന്നാമത്തെ സ്റ്റേജ് ജനിച്ചത് മുതൽ 7 വയസ്സ് വരെ. രണ്ടാമത്തെ സ്റ്റേജ് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. മൂന്നാമത്തെ സ്റ്റേജ് 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ, അല്ലെങ്കിൽ 18 വയസ്സ് വരെ, അല്ലെങ്കിൽ 21 വയസ്സ് വരെ. 21 വയസ്സ് വരെ 3, 7, 7 + 7 14, 14 + 7 21. ഈ 3 സ്റ്റേജായിട്ടാണ് കുട്ടികളെ വളർത്തേണ്ടത്. ആകെ ഇനി 10 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പറയാം, മാപ്പാക്കണം. ഒന്നാമത്തെ സ്റ്റേജിൽ കുട്ടികളെ അൺലിമിറ്റഡ് ലവ്, ഒരു ലിമിറ്റും ഇല്ലാത്ത സ്നേഹം കൊടുക്കണം, വാത്സല്യം കൊടുക്കണം. എന്നിട്ട് പറയുന്നു അവനെ യജമാനാക്കിക്കൊണ്ട് നമ്മൾ അടിമയാവണം. ആ കുട്ടീനെ യജമാനാക്കിക്കൊണ്ട് നമ്മൾ അടിമയാവണം. അവൻ എന്ത് പറയുന്നത് ചെയ്തു കൊടുക്കണം. അവനെ ശിക്ഷിക്കരുത്, കണ്ണുരുട്ടി കാണിക്കരുത്, എടാമോ പോടാന്ന് പോലും വിളിക്കരുത്. മോനെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ശരീഫില്, സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്, യാ ബുനയ്യ, അല്ലയോ പൊന്നുമോനെ, മോനെ എന്നല്ലാണ്ട് വിളിക്കരുത് മക്കളെ. എടാ പോടാ, അല്ലെങ്കിൽ കുട്ടികളെ കണ്ണുരുട്ടി കാണിക്കുക, ചീത്ത പറയുക, ഇതൊന്നും പാടില്ലാത്ത. പ്രത്യേകിച്ച് ഈ ആദ്യത്തെ 7 വർഷം അത് സോളിഡായിട്ട് ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഉറക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നും ഉറക്കും. നല്ലതാണെങ്കിൽ നല്ലത് ഉറക്കും, ചീത്തയാണെങ്കിൽ ചീത്ത ഉറക്കും. കുട്ടികളെ മോഡൽ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ പറഞ്ഞ കേൾക്കുന്നവരല്ല, അവർ കണ്ടത് പഠിക്കുന്നവരാണ്. ഉമ്മയിപ്പം ചെയ്യുന്നത് കണ്ട് നിരീക്ഷിക്കുവാൻ, അതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പഠനത്തിന് സൈക്കോളജിയിൽ ഒരുപാട് രീതികളുണ്ട്. ഒബ്സർവേഷൻ, ഇമിറ്റേഷൻ, ട്രയൽ ആൻഡ് എറർ, കണ്ടീഷനിങ്, അസോസിയേഷൻ എന്നെല്ലാം പറയും. ഒന്നും പറയാനുള്ള സമയമോ നേരമൊന്നുമില്ല. അതെല്ലാം നമ്മൾ ദീനിലുണ്ട്. നമ്മൾ ദീന് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണം. പക്ഷെ ദീൻ നേരെ നോക്കണം, അതാണ് അതിൻ്റെ കാര്യം. എന്നിട്ട് നമ്മൾ ഒരാളുടെ മുമ്പിൽ ചമ്മേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമ്മളെ ദീനിലെല്ലാം ഉണ്ട്. ഇപ്പോൾ 7 വയസ്സ് വരെ ഈ കുട്ടീനെ അൺലിമിറ്റഡ് സ്നേഹം കൊടുത്തിട്ട് വളർത്തുക, അൺലിമിറ്റഡ് ലവ്. ഒരു രീതിയിൽ അവനെ കഷ്ടപ്പെടുത്താനോ ചീത്ത പറയാനോ പേടിപ്പിക്കാനോ പാടില്ല. അവൻ എന്ത് പറയുന്നത് നമ്മൾ കേൾക്കണം. ആദരവായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മോഡലാണ്. സ്വന്തം കൊച്ചുമക്കളെ ചുമലിലേറ്റിക്കൊണ്ട് മൃഗത്തെ പോലെ നടന്നിരുന്നു. എന്തിനാ? കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ഇതുപോലെ ആ 7 വയസ്സ് വരെ ഈ കുട്ടിയെ വാത്സല്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, കരുണയോടുകൂടി വളർത്തണം. അത് തന്നെയാണ് അവൻ്റെ ബേസ്. ആ 7 വർഷം വരെ സ്നേഹത്തോടു കൂടി അവൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറാണ്ട് അവനെ വളർത്തിയാൽ അത് തന്നെയാണ് അവൻ്റെ ഏറ്റവും സോളിഡായിട്ടുള്ള ബേസ്. പിന്നാണ് അവൻ്റെ ഡെവലപ്ഡ് ആയിപ്പോകും. രണ്ടാമത്തെ സ്റ്റേജ്, സമയം കുറവായതുകൊണ്ട് ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് അടുക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ, വളരെ പ്രധാനപ്പെട്ട അടുത്ത ഘട്ടം. ഈ സ്റ്റേജിലാണ് അവനെ പഠിപ്പിക്കേണ്ടത്. വാപ്പാടെ ഉത്തരവാദിത്വമാണ് മക്കളെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളത്. അവനെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളത് വാപ്പാടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. വേറെ ഹദീസാണെന്ന് എനിക്കറിയില്ല, ഒരു കാട്ടറബി മോനുമായിട്ട് വരുന്നു ഉമറുല്ലാൻ്റെ അടുത്ത്. എന്താണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഈ മോനൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, ഇവൻ എൻ്റെ അടുത്ത് അക്രമം കാണിക്കുന്നത്, എനിക്ക് നീതി നടപ്പാക്കി തരണം പറഞ്ഞു. അപ്പോൾ ഉമറുല്ലാൻ ഈ മോൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ നിൻ്റെ ഉപ്പ പറയുന്നത് ശരിയാണ്, നീ വാപ്പാൻ അനുസരിക്കുന്നില്ലേ, നീ വാപ്പാൻ്റെ മര്യാദകളായി പെരുമാറുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. മോൻ പറയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഉപ്പാക്ക് എൻ്റെ അടുത്തുള്ള കടമ എന്താണ് പറഞ്ഞാന്നോ, അങ്ങ് പറഞ്ഞു തരണമെന്നോ. അപ്പോൾ പറഞ്ഞു, നിൻ്റെ ഉപ്പ നിനക്ക് നല്ല പേര് തരണം, നിനക്ക് ദീനുള്ള ഉമ്മാനെ തരണം, പറഞ്ഞ നിനക്ക് ഖുർആൻ ഷരീഫ് പഠിപ്പിച്ചു തരണം. ഇത് 3ആണ് കടമയായിട്ട് പറഞ്ഞത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു കാര്യം പറഞ്ഞത് എന്താണ്, നിനക്ക് ദീനുള്ള ഉമ്മാനെ തരണം എന്നാണ്. അപ്പോൾ ഈ മോൻ പറയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഈ 3 കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. എനിക്ക് പേര് വെച്ചിരിക്കുന്നത് ജ്വാല എന്നാണ്, കരിവണ്ട് എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. മോന് പേരിട്ടിരിക്കുന്നത് കരിവണ്ട്. എൻ്റെ ഉമ്മ ആണെങ്കിൽ ഒരു മുശ്രിക്കാത്തായിട്ടുള്ള സ്ത്രീ ആയിരുന്നു. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് മേടിച്ച അടിമ സ്ത്രീ ആയിരുന്നു. അവരെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഖുർആൻ ഷരീഫിൻ്റെ ഒരു ആയത്ത് പോലും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എൻ്റെ ഉപ്പ. അമീറുൽ മുഅ്മിനീൻ ഉമറുല്ലാൻ അങ്ങ് ദേഷ്യം പിടിച്ചു. എൻ്റെ മുമ്പിൽ നിന്ന് ഈ കാട്ടറബി എടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ദീനുള്ള ഉമ്മാനെ കൊടുക്കൽ ഉപ്പാൻ്റെ കടമയാണ്.
അതാണ് കല്യാണം കഴിച്ചിട്ട് ദീനില്ലാത്തൊരു പെണ്ണിനെ കെട്ടിപ്പോയാൽ 1 വർഷമുണ്ട് നമുക്ക് മോൻ ജനിക്കുന്നതിന് മുന്നേ. കാരണം കല്യാണം കഴിച്ചാൽ അടുത്ത ആഴ്ചയിൽ തന്നെ പ്രസവിക്കില്ലല്ലോ, 1 വർഷമെങ്കിലും എടുക്കുമല്ലോ. അതിൻ്റെ ഇടയിൽ ഈ ഭാര്യയും കൊണ്ട് 3 പ്രാവശ്യം മസ്തുറാത്ത് ജമാഅത്ത് പോകാൻ പറ്റും. ആ ഭാര്യയും കൊണ്ട് പോയാൽ മതി, അവൾ ദീൻ ആയിക്കോളും. മനസ്സിലായത് സഹോദരന്മാർ? അതുകൊണ്ട് ഞാൻ ഈ 2ാമത്തെ സ്റ്റേജിൽ വളരെ കൂടുതൽ ഡീറ്റെയിൽസ് വരാൻ എനിക്ക് സമയമില്ല, ഞാൻ പറയുന്നുമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ഒരിക്കലും ആവാം. ഈ 2ാമത്തെ സ്റ്റേജിലാണ് എല്ലാം പഠിപ്പിക്കേണ്ടത്. അവനെ പണ്ടെല്ലാം പറയും, അവനെ കുതിര സവാരി പഠിപ്പിക്കണം, അവൻ ആർച്ചറി അമ്പം ചെയ്യാൻ പഠിപ്പിക്കണം, എങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാം. ഇന്ന് അതൊക്കെ തന്നെ ഉണ്ട്. അവനെ സ്പോർട്സ് പഠിപ്പിക്കണം, കളരിപ്പയറ്റ് പഠിപ്പിക്കണം, അല്ലെ കരാട്ടെ, ഇതെല്ലാം പഠിപ്പിക്കേണ്ട സമയമാണ്. സൈക്കിൾ ഓട്ടാനും ബൈക്ക് ഓടിക്കാനൊക്കെ പഠിപ്പിക്കാം. പക്ഷെ ബൈക്ക് ഓടിപ്പിക്കാൻ നമുക്ക് 18 വയസ്സായിട്ട് കൊടുത്തു വിടാൻ പറ്റില്ല. പക്ഷേ ഓടിക്കാൻ പഠിപ്പിക്കാമാണ്, കാരണം സുന്നത്താണ്. ഈ 2ാമത്തെ സ്റ്റേജിൽ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീന്തൽ പഠിപ്പിക്കുക, അത് ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി, അല്ലാണ്ട് മാനസികമായിട്ട് വളർച്ചയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. 7 വയസ്സ് മുതൽ 14 വയസ്സിലുള്ള ഘട്ടത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുക. അതാണ് അതിൻ്റെ സ്റ്റേജ്. ഒരു വീട്ടിലൊരാൾ സഹായത്തിന് വേണ്ടി വന്നു. അപ്പോൾ നമ്മളൊരു 10 രൂപ കൊടുക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ മോൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറയാം, മോനെ നീ ഇത് കൊണ്ട് കൊടുക്കുക മാമാക്ക്. ആ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക, അദബ് പഠിപ്പിക്കുക, മൂത്തവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. ആ ബഹുമാനം നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് 2ാമത്തെ സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജ് വളരെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കലാണ്. 3ാമത്തെ സ്റ്റേജ് നമ്മളിതെല്ലാം മറന്നു പോവാണ്. 3ാമത്തെ സ്റ്റേജ് 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ. ഈ സ്റ്റേജിലാണ് ആ കുട്ടിയെ നമ്മളൊരു അഡൾട്ടായിട്ട്, ഒരു മുതിർന്ന ആളായിട്ട് കാണുക. നമ്മളൊരു സ്നേഹിതരെ പോലെ, അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളെ പോലെ നമ്മൾ കാണുക. അതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുക, അവൻ്റെ അഭിപ്രായത്തിന് ബഹുമാനം കൊടുക്കുക, അവനെ കളിയാക്കാതിരിക്കുക, നമ്മളെ സ്റ്റാറ്റസിന് ഈക്വലൻ്റ് ആണ് എന്ന രീതിയിൽ അവൻ്റെ അടുത്ത് പെരുമാറുക. ഇതാണ് 3ാമത്തെ സ്റ്റേജിൽ ചെയ്യേണ്ടത്. എന്നാൽ അവൻ കോൺഫിഡൻസ് വർദ്ധിക്കും. ഈ 3 സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ട് ഒരു കുട്ടി പുറത്തു വരികയാണെങ്കിൽ, ഒരു മുതിർന്ന ആളായിട്ട് വരികയാണെങ്കിൽ, അവനെ ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും വിടാം, അവളെ ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും വിടാം. കാരണം ഈ 3 സ്റ്റേജും ശരിയാകും വണ്ണം ആ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളെ വീടുകളിലുള്ള പ്രശ്നം, കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് അവസരം കിട്ടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ എത്രയോ ആൾക്കാരെ മക്കളെയും ഭാര്യയെല്ലാം വിട്ടിട്ട് ഗൾഫിൽ പോകുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, ഭാര്യ ഹാജിറ ബീവിനെ പോലത്തെ ഭാര്യയായ മതി. ഒരു ധൈര്യമായിട്ട് ഗൾഫിൽ പോലെ എവിടെ വേണമെങ്കിലും പോകാം. കാരണം ഇബ്രാഹിം അലി ഇസ്ലാം ഇറാഖിലോ അല്ലെങ്കിൽ പലസ്തീനിലോ ഉള്ള സമയത്താണ് ഈ മോൻ 7 വയസ്സ് വരെ ഉമ്മയുടെ അടുത്ത് വളർന്നത്. ആ ഉമ്മയാണ് ഈ മോനെ പഠിപ്പിച്ചത്. ഉപ്പ ആരാണ്, ഉപ്പാനെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ഉപ്പാടുത്ത് പെരുമാറണം എന്നൊക്കെ. അപ്പോൾ ഗൾഫിലുള്ള ഒരാളുടെ മോൻ ഉമ്മയുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ, ഹാജിറ ബീവി റളിയല്ലാഹു പോലത്തെ ഉമ്മയാണെങ്കിൽ ആ മോൻ ഉപ്പാനെ ബഹുമാനിക്കും. സഹോദരന്മാരെ, വീണ്ടും പറയാണ്, ഉപ്പാനെ ബഹുമാനിക്കാത്ത, ഉപ്പാനെ ആദരിക്കാത്ത, ഉപ്പ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു മോൻ രക്ഷപ്പെടുക. അത് തീർച്ചയാണ്. അത് അടിവരയിട്ട് ഞാൻ പറയാണ്. കാരണം വാപ്പാനെ ബഹുമാനിക്കണം. അത്രയും നിന്റെ വാപ്പ നിന്റെ സ്വർഗത്തിൻ്റെ കവാടമാണ്, നീ വേണമെങ്കിൽ എന്നെ സൂക്ഷിച്ചോ, എന്നെ പാഴാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണം. അല്ലെങ്കിൽ വാപ്പാനനുസരിച്ച് തൃപ്തിപ്പെടുത്തി ആ വാതിനെ സൂക്ഷിച്ചോ. ഇത് സത്യമാണ്. അള്ളാഹിൻ്റെ തൃപ്തി വാപ്പാടെ തൃപ്തിയിലാണ്, അള്ളാഹിൻ്റെ അതിർത്തി വാപ്പാടെ അതിർത്തിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാറുമാരെ ഞാൻ നിർത്തുകയാണ്. 1:15 ആവാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉച്ചക്കൽ പരിപാടിയുണ്ട്. ഇന്ന് എനിക്ക് വ്യക്തമായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടില്ല. കാരണം സമയം പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. സമയം 1:15 നിർത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. 1:15 വരെ സമയമുള്ളൂ. 12ക്ക് ശേഷം നമ്മൾ തുടങ്ങിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നൊരു അവസരത്തിൽ വേണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ വകയല്ല, ഇതെല്ലാം ദീനിലുള്ള കാര്യങ്ങൾ. ഞാൻ സൈക്കോളജി ഒരക്ഷരം പറഞ്ഞിട്ടില്ല നിങ്ങളടുത്ത്. ഞാൻ പറയണ്ടെന്ന് തീരുമാനിച്ചിട്ടാണ് വന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഒരു സൈക്കോളജിയും ഒരു മെഡിസിനും ഒന്നും നമുക്ക് ആവശ്യമില്ല. അഥവാ നമ്മൾ ദീനായിട്ട് ജീവിക്കുകയാണ്, നമ്മൾ ദീൻ മാത്രം മതി ഒരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് സാറന്മാരെ, നിങ്ങളെല്ലാം ദുആ ചെയ്യ്. അല്ലാഹു തആല നമുക്ക് പരിപൂർണമായിട്ടും ദീനിയായിട്ട് ജീവിക്കാൻ, ഈമാനോടുകൂടി ജീവിക്കാൻ, ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാൻ അല്ലാഹു തആല നമുക്കും നമ്മളെ പരമ്പരയ്ക്കും എല്ലാം, നമ്മളെ മുഴുവൻ ബന്ധുക്കൾക്കും, ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമു അലൽ മുർസലീൻ. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് നമസ്കാരം 1:30 മണിക്കാണ് പള്ളിയിൽ വെച്ച് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും പിരിക. ബാക്കി പ്രോഗ്രാം അസ്ർ ശേഷമായിരിക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക. ഇൻഷാ അല്ലാഹ് നമസ്കാര ശേഷം ഭക്ഷണം പുതിയ ബിൽഡിങ്ങിലായിരുന്നു.